കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നടന്ന വിവാഹം ഒട്ടേറെ ആളുകളിൽ സന്തോഷം പകർന്നു നൽകിയ ഒന്നായിരുന്നു. പ്രവാസി വ്യവസായിയായ കോക്കൂർ മുക്കുന്നത്ത് അറക്കൽ അഷ്റഫിൻ്റെയും മറിയക്കുട്ടിയുടെയും മകൻ മുഹമ്മദ് ഫൈസലിൻ്റെയും, രണ്ടത്താണി പുളിശ്ശേരി അബ്ദുൾ ഫാരിഫിൻ്റെയും സൈഫുന്നീസയുടെയും മകൾ സാനിയയുടെയും വിവാഹ പന്തലാണ് ഒരു ചരിത്ര സംഭവമായി മാറിയത്. തൻ്റെ മകൻ്റെ വിവാഹത്തിനൊപ്പം നിർധനരായ 25 യുവതികളുടെയും വിവാഹം ഒരേ രീതിയിൽ അതേ പന്തലിൽ തൻ്റെ ചെലവിൽ നടത്തണമെന്ന് അഷ്റഫ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിന് പറ്റിയ ഒരു കല്യാണ മണ്ഡപം എങ്ങും കണ്ടുകിട്ടിയില്ല. അതോടെ 3 കോടിയോളം രൂപ ചെലവഴിച്ച് പാണമ്പടിയിലെ വയലിൽ അഷ്റഫ് ഒരു മംഗല്യ പന്തലൊരുക്കി. അവിടെ 300 ടണ്ണിൻ്റെ AC സ്ഥാപിച്ച പന്തലിലും കല്യാണം കൂടാൻ എത്തുന്നവരുടെ ശരീരത്തിലും മനസ്സിലും അദ്ദേഹം കുളിര് നിറച്ചു നൽകി. 10,000 പേർക്ക് ഇരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച ആ മനോഹരമായ വിവാഹ മണ്ഡപത്തിൽ അഷ്റഫ് നൽകിയ ആഭരണപ്പെട്ടി ഏറ്റുവാങ്ങുമ്പോൾ പാലക്കാട് സ്വദേശിനി ശ്രീരഞ്ജിനി വിതുമ്പി കരഞ്ഞുപോയി. 10 പവൻ ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും സദ്യയുമടങ്ങുന്ന വലിയ വേദിയിൽ മംഗല്യഭാഗ്യം ലഭിക്കുന്നു എന്നത് അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. വരനായ രാജേഷിൻ്റെയും ശ്രീരഞ്ജിനിയുടെയും കണ്ടുനിന്ന ബന്ധുക്കളുടെയും ഹൃദയങ്ങൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഒരു ശ്രീരഞ്ജനിയും രാജേഷും മാത്രമല്ല, അഷ്റഫിൻ്റെ വലിയ മനസ്സ് കാരണം ആ വേദിയിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് 25 വധൂവരന്മാരായിരുന്നു. ഗൂഡല്ലൂരിലെ ജിൽഷിത, വയനാട്ടിലെ തസ്നി, കരിപ്പൂരിലെ അഖില, പഴയന്നൂരിലെ ഷമീമ, കവളപ്പാറയിലെ ലിയ, വടക്കാഞ്ചേരിയിലെ അജ്ന തുടങ്ങിയവരെല്ലാം അതിലുണ്ടായിരുന്നു. ജാതിയും മതവുമൊന്നും നോക്കാതെ അഷ്റഫ് അവരെ കണ്ടെത്തിയതാണ്. അവരുടെ മതത്തിലെ ആചാരപ്രകാരം ചടങ്ങുകളും നടത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലായിരുന്നു മുഹമ്മദ് ഫൈസലിൻ്റെ നിക്കാഹ് നടന്നത്. മറ്റ് മതസ്ഥർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് താലി ചാർത്തിയും വേദിയിലെത്തി. മകനും മരുമകളും ധരിച്ച പോലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് എല്ലാ വധൂവരന്മാർക്കും ഒരുക്കിയിരുന്നത്. വധൂവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം അഷ്റഫും കുടുംബവും അവർക്കായി കരുതി വെച്ച ആഭരണങ്ങളുടെ പെട്ടികളും ഉപഹാരങ്ങളും കൈമാറി. എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി. ഓരോ കുടുംബത്തിനെയും പ്രത്യേകം ഇരുത്തിയുള്ള കുടുംബ ചിത്രങ്ങളും പകർത്തിയിരുന്നു. അഷ്റഫിനെ പോലൊരു സുഹൃത്ത് തനിക്ക് ഉണ്ടെന്നതിൽ അഭിമാനിക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകൾ അവിടെ ഒത്തുകൂടിയ എല്ലാവരുടെയും വികാരമായി മാറി. മന്ത്രി MP രാജേഷ്, PP സുനീർ MP, P നന്ദകുമാർ MLA, PT അജയ് മോഹൻ, അഷ്റഫ് കോക്കൂർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV ഷഹീർ, MA നജീബ്, KPCC അംഗം MA രോഹിത്, DCC സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ, PP യൂസഫ് അലി, രഞ്ജിത്ത് അഡാഡ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ വധുവരന്മാരെ ആശീർവദിക്കാനെത്തി. ആഡംബര കല്യാണങ്ങൾ പലപ്പോഴും ഏറെ വിമർശനം വിളിച്ചു വരുത്താറുണ്ട്. എന്നാൽ അഷ്റഫ് നടത്തിയ ഈ വിവാഹ മാമാങ്കം ജാതിമത ഭേദമന്യേ രാഷ്ട്രീയം നോക്കാതെ സർവരും അനുമോദിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. എന്തിനും ഏതിനും മലപ്പുറത്തെ ഇകഴ്ത്തിക്കാട്ടാൻ മത്സരിക്കുന്നവർ ഈ കല്യാണ വിശേഷം കണ്ടില്ലെന്ന് നടിക്കാനാണ് സാധ്യത.